സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. അതിനിടയിൽ കൊല്ലം സിറ്റി പോലീസ് തയ്യാറാക്കിയ ഒരു ലഹരി വിരുദ്ധ ആൽബം അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മോഹൻലാൽ ഉൾപ്പെടെ ഉള്ള സെലിബ്രിറ്റികൾ അടക്കം ആ ആൽബം ഇതിനോടകം തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ആ ആൽബം വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ആൽബത്തിന് പിന്നിലൊക്കെ തന്നെ കൊല്ലം സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് പങ്കെടുത്തത്. ഇല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ആ ഒരു ആൽബം. സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത IPS റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇങ്ങനെയാണ് ഒരു ആൽബം. കാരണം മറ്റ് ജില്ലകളിലൊക്കെ തന്നെ മറ്റു തരത്തിൽ ബോധവൽക്കരണം നടത്തുമ്പോൾ കൊല്ലത്താണ് ഇത്തരത്തിലൊരു വളരെ പ്രൊഫഷണലായിട്ടൊരു ആൽബം വരുന്നത്. അപ്പോൾ മേഡമാണ് ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്നൊക്കെ പറയുന്നു. ഇല്ല, നമ്മളൊരു ആൽബം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിൽ ഇത് തുടങ്ങിയിട്ടില്ല. ശരിക്കും നമ്മളൊരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഒരു വീഡിയോ കൊണ്ടെത്തണം. ഒരു സെൻസിറ്റൈസേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കൊണ്ടെത്താൻ വേണ്ടി കൺസീവ് ചെയ്തതാണ്. സോ ഇറ്റ്സ് നോട്ട് ദറ്റ് കമ്മീഷണർ മാത്രമല്ല, എൻറ്റയർ ടീം വാസ് ബിഹൈൻഡ് ദിസ്. ബിക്കോസ് ഈ വീഡിയോ വിത്തിൻ 4-5 ഡേയ്സിൽ, അതായത് 2-ാം തീയതി തുടങ്ങി 5-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് വീഡിയോ വാസ് കോൺസെപ്റ്റ്, സ്ക്രിപ്റ്റ്, മ്യൂസിക് എല്ലാം, വീഡിയോഗ്രാഫി, കോറിയോഗ്രാഫി, എഡിറ്റിംഗ് എല്ലാം ചെയ്ത് 7-ാം തീയതി പ്രോഗ്രാം എങ്കിൽ 6-ാം തീയതി നൈറ്റ് ദിസ് വീഡിയോ വാസ് കംപ്ലീറ്റ്ലി റെഡി. അപ്പോൾ ഇത്രയും ഷോർട്ട് ടൈമിൽ ഈ വീഡിയോ, ഇത്രയും നല്ല ഒരു വീഡിയോ ഏത് തരത്തിലുള്ള ഒരു സാധാരണ സിറ്റിസൺസ് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ നമുക്ക് നടക്കാൻ പറ്റിയത് കൊല്ലം സിറ്റി പോലീസിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ടീം എഫേർട്ടാണ്. സോ ഐ വാണ്ടഡ് ടു ഗിവ് ദ എൻറ്റയർ ക്രെഡിറ്റ് ടു ദ എൻറ്റയർ കൊല്ലം സിറ്റി പോലീസ് ടീം ഹു വർക്ക്ഡ് ബിഹൈൻഡ് ദിസ് തിങ്. നമ്മളൊരു കോൺസെപ്റ്റ് മാത്രമാണ് കൊടുത്തു. ബിക്കോസ് ഇപ്പം നമ്മളടുത്ത് ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ട്. ഏകദേശം 400ഓളം കേസുകൾ പിടിച്ചു. അതിൽ ഒരു 5ഓളം കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ തന്നെ പിടിച്ചിട്ടുണ്ട്. സോ ഇത്രയും കേസുകൾ കണ്ട സമയത്തും ഇൻ്റലിജൻസ് റിപ്പോർട്ടും സോഴ്സ് റിപ്പോർട്ടും കണ്ട സമയത്തും നമുക്കൊരു ഐഡിയ കിട്ടി. ആ ഐഡിയ ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്തത്. അത് ഇത്രയും തോളം ഷേപ്പാക്കി ഒരു സാധാരണ ആൾക്കാർ കണ്ടാലും ഡ്രഗ് എങ്കിൽ എന്താ, വാട്ട് ഈസ് ദി ഡ്രഗ് കൺസംഷൻ, അതിനുള്ള ഇഷ്യൂസ് എന്താ, അതിനുള്ള പ്രോബ്ലം എന്താ. ബിക്കോസ് മെനി പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ്. സോ അതൊരു സ്റ്റിഗ്മ ആയിട്ട് കാണുന്ന സമയത്ത് അത് എല്ലാവർക്കും കൊണ്ടുവരണം. എസ്പെഷ്യലി വിമൻ പാർട്ടിസിപ്പേഷൻ ഇതിൽ മാക്സിമം കൊണ്ടുപോകണം. ബിക്കോസ് ദി മദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ ദ ഫസ്റ്റ് റേഡാർ ഫോർ എനി ചിൽഡ്രൻ. അപ്പോൾ അവരുടെ ശ്രദ്ധയിലാണ് കുട്ടികളുടെ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളും ഇങ്ങനത്തെ അഡിക്ഷൻ പോലുള്ള ഇഷ്യൂസൊക്കെ മദേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് ക്യാൻ ഫൈൻഡ് വെരി ഈസിലി. അപ്പോൾ അങ്ങനെ അവരെ എല്ലാം ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന പരിപാടിക്ക് വേണ്ടി ഈ നമ്മളെടുത്ത ഒരു മ്യൂസിക്കൽ വീഡിയോ ആണ് ഈ ആൽബം. സോ ഇതിൽ നമുക്ക് മെയിൻലി സാധാരണ പെർസ്പെക്റ്റീവിൽ എടുക്കുന്നതാണ് ഇതിൻ്റെ മോട്ടീവായിരുന്നു. ഈ ആൽബത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പരിചിത മുഖമാണ്. സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊല്ലത്തെ DCRB CP ആണ് അനന്തല. അപ്പോൾ സാറാണിത് സംവിധാനം ചെയ്തത്. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ അഭിനയം, ആ ഒരു കഴിവ് അതിവിടെ പോലീസിന് വേണ്ടി അങ്ങ് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയോ? തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു കൺസെപ്റ്റ്, ഒരു ആശയം അത് കിട്ടി ഇന്ന ഒരു സ്ത്രീകളുടെ ഹൃദയത്തിലേക്ക്, അമ്മമാരുടെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു തീം ആയിരിക്കണമെന്നുള്ള സബ്ജക്റ്റാണ് മാഡം പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ കൊച്ചിയിലൊരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ രാജേഷ് സാറ് വരികൾ സാറ് തന്നെ എഴുതണമെന്ന് പറഞ്ഞു. സാർ ഒത്തിരി പാട്ടുകൾ നേരത്തെ എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തേക്ക് ഹരിനാരായണ പോലുള്ള ആൾക്കാരാണ് എഴുതിയത്. പക്ഷേ നമ്മൾ കൊല്ലം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് സാർ തന്നെ എഴുതണം. അപ്പോൾ ആ മാഡം പറഞ്ഞ ആശയം അത് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തു. അത് സാറ് കൃത്യമായ വരികളിലൂടെ അത് അവതരിപ്പിച്ചു. എങ്ങനെയാണോ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആശയം ആ രീതിയിൽ തന്നെ സാറിന് വരികൾ എഴുതാൻ പറ്റി. അപ്പോൾ ആ വരികളും ആശയവും സ്ക്രിപ്റ്റും ഒരുമിച്ച് വന്നപ്പോൾ പിന്നെ എനിക്കൊരു ഡയറക്റ്റ് ചെയ്യാനുള്ള വലിയ പാട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സീക്വൻസ് പിന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ അനുഭവങ്ങൾ, നേരത്തെ തന്നെ മാഡം പറഞ്ഞ പോലെ നമ്മുടെ സിറ്റിയിൽ പിടിച്ച പല കേസുകളിൽ നിന്നും ഡയറക്റ്റായിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ് അതിലൂടെ അവതരിപ്പിക്കുന്നത്. അഭിനയിച്ച ആളുകളൊക്കെ നന്നായിട്ട് അഭിനയിച്ചോ? ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയോ? തീർച്ചയായിട്ടും ഇതിൽ ആരും തന്നെ അഭിനയിച്ചതായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥരാണത് കൂടുതലും. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഇത് അഭിനയിച്ച ആൾക്കാരെന്ന് പറയുന്നത് 2 വില്ലന്മാരാണ്, ACPമാരാണ്. പക്ഷേ ബാക്കി എല്ലാവരും ആക്ച്വലി അത് അവർ ചെയ്യുന്ന ഡ്യൂട്ടിയാണത്. അത് അങ്ങ് ചെയ്തു. അത് കൃത്യമായി അതൊരു അഭിനയമൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, ജീവിച്ചു. അപ്പോൾ ഈ ജീവിച്ച പ്രധാന ഒരു കഥാപാത്രമാണ് കൊല്ലത്തെ ACP രാജേഷ്. ഇദ്ദേഹത്തെ നമ്മൾ ആ ആൽബത്തിൽ കണ്ടിട്ടുണ്ട്. വലിയ വില്ലനായിട്ട് ഭയങ്കര ഒറിജിനാലിറ്റിയോട് കൂടിയാണ്. അദ്ദേഹം അഭിനയം മാത്രമല്ല, അത്യാവശ്യം പാട്ട് എഴുതും. ഈ ആൽബത്തിൻ്റെ ഗാനം എഴുതിയത് രാജേഷ് സാർ തന്നെയാണ്. ഈ സലീംകുമാറിൻ്റെ കൂടെയൊക്കെ പണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എറണാകുളത്തെ വലിയൊരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ ആ കല ഇവിടെ പോലീസിന് വേണ്ടി അങ്ങ് ഉപയോഗിച്ചു. തീർച്ചയായിട്ടും ഒരു ദിവസം ആദരണീയായിട്ടുള്ള ജില്ലാ പോലീസ് മേധാവി ഹേമലത IPS അവർ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയും. അതിൻ്റെ പ്രോഗ്രാം ആദ്യം മുതൽ ഒരു ഡിസൈൻ ചെയ്യുക,
പെട്ടെന്ന് തന്നെ നമുക്കതിനൊരു പേര് വേണം, ജ്വാല 2026 എന്ന് പറഞ്ഞ പേര് വരികയും അതിനോടനുബന്ധിച്ച് പിന്നീടാണ് നമ്മൾ പാട്ടിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ പാട്ട് സ്വാഭാവികമായിട്ട് കൊച്ചി സിറ്റിയിൽ അനന്തലാൽ ഒരു പാട്ട് ചെയ്തു. ഒരുപാട് പാട്ടുകൾ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരാശയം മേഡം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാട്ടിന് ഒരു ജന്മം വരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അനന്തലാൽ ഷൂട്ട് ചെയ്യും. ഒപ്പം തന്നെ കൊല്ലത്തെ ഒരു പ്രത്യേകത എറണാകുളം പോലെയല്ല, കൊല്ലത്തെ പോലീസ് പെട്ടെന്ന് ആദ്യം ഇതിലേക്കൊക്കെ വരാനൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴും അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷവും ഒപ്പം തന്നെ ഒരു റിലാക്സും ആ അഭിനയത്തിൻ്റെ വലിയൊരു തലങ്ങളിലേക്കും ജീവിക്കുന്ന രീതിയിൽ പോകാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ സിറ്റി പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് മൊത്തം ഏറ്റെടുത്തിരിക്കുക, പുറത്തേക്ക് പോകാറില്ല. അപ്പോൾ അനൗൺസറും കൂടിയാണല്ലേ? തീർച്ചയായിട്ടും ഇതൊരു പഴയ കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ട് ചെറിയ ചെറിയ കഴിവുകൾ നമ്മൾ പോലീസിന് വേണ്ടി പ്രയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയൊരു അനൗൺസർ അല്ല, എങ്കിൽ കൂടിയിട്ടും ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആൽബത്തിലെ മറ്റൊരു പ്രധാന നടി കൂടിയുണ്ട്, അതിൽ പ്രധാന കേന്ദ്ര കഥാപാത്രമാണ്. ഇപ്പോൾ കാരണം കുറേ 8 വർഷമായിട്ട് പോലീസ് ജോലി ചെയ്തിട്ട് ആരും തിരിച്ചറിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ വലിയ തോതിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ തിരിച്ചറിയുന്നതാണ് പറയുന്നത്. അങ്ങനെയാണോ സരിത മേഡം? വളരെ സന്തോഷമുണ്ട്. ഇത് ഇത്രയും റീച്ചാകുമെന്ന് വിചാരിച്ചില്ല. ഇത് അഭിനയമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇത് നമുക്ക് ഡെയിലി ഡ്യൂട്ടിയിൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് പുറത്തു വന്നത് മനസ്സിലായത്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ കാക്കിക്കുള്ളിലെ കലാകാരന്മാരുടെ ആൽബം സൂപ്പർ ഹിറ്റാണ്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമുണ്ട്, ഒപ്പം തന്നെ ഒരു പ്രൊഫഷണൽ സ്വഭാവത്തോടു കൂടി ആ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ ആൽബം കാണുന്നുണ്ട്. ഇനിയും കൂടുതൽ പേരിലേക്ക് അത് എത്തട്ടെ. പോലീസിൻ്റെ തന്നെ ഒരു വീഡിയോ ആയി അത് സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിലനിൽക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.